എൻ്റെ പ്രിയപ്പെട്ടവരെ, ധ്യാനവും സന്യാസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു സുഹൃത്ത് സംശയം ചോദിക്കുകയുണ്ടായി. എൻ്റെ വിശദീകരണം ഇതാണ്. ശരീരത്തിൻ്റെ ശുചീകരണം, ചിന്തകളുടെ ശുചീകരണം, വികാരങ്ങളുടെ ശുചീകരണം, മനസ്സുകളുടെ പരിശുദ്ധി, ഇവയാണ് ശരിയായ സന്യാസം. സന്യാസത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ തികച്ചും ഭൗതികവും ശരീര കേന്ദ്രീകൃതവുമാണ്. ഇതുകൊണ്ടാണ് സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്നത് സന്യാസമാണെന്നുള്ള ധാരണ ചിലർക്കെങ്കിലുമുള്ളത്. ഭക്ഷണം ഉപേക്ഷിച്ച് ജീവത്യാഗത്തിന് മുതിരുന്നത് സന്യാസമല്ല. ഭക്ഷണപാനീയങ്ങൾ വെടിയുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും ഒരേ കാര്യമല്ല. ഉപവാസത്തിന് അതിൻ്റേതായ സവിശേഷതകളുണ്ട്. ദിവ്യതയോടെ അടുത്ത് വസിക്കുക എന്നതാണ് ഉപവാസം. ഉപവസിക്കുമ്പോൾ ആത്മാവിനോട് ചേർന്ന് വസിക്കുന്നു. ദിവ്യതയോട് അടുത്ത് വസിക്കുക എന്നതാണ് ഉപവാസം. ദിവ്യതയുടെ നിറവാണ് ആത്മാവ്. ഉപവസിക്കുന്നയാൾ ആത്മാവിനോട് ചേർന്ന് വസിക്കുന്നു. നിരാഹാരം ശരീരത്തോട് ചേർന്നുള്ള വസിക്കലാണ്. വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനോ ഒരു രാജ്യത്തിനോ ആത്മീയത അനുഭവിക്കാൻ കഴിയുന്നതല്ല. താരതമ്യേന ദാരിദ്ര്യത്തെക്കാൾ സമ്പന്നതയാണ് ആത്മീയക്കനുയോജ്യമായ അവസ്ഥ. മഹാവീരനും ബുദ്ധനുമൊക്കെ രാജകുമാരന്മാരായിരുന്നു. ശാരീരികമായ ആവശ്യങ്ങൾ തൃപ്തികരമായി നിറവേറ്റാൻ കഴിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ അയാളുടെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കൂ. 12 വർഷത്തെ അദ്ദേഹത്തിൻ്റെ സന്യാസ പരിശീലനത്തിൽ മഹാവീരൻ ഭക്ഷണം കഴിച്ചിരുന്നത് കേവലം 350 ദിവസങ്ങളിൽ മാത്രമായിരുന്നു. 1-2 മാസങ്ങൾ തുടർച്ചയായി തന്നെ അദ്ദേഹം ഭക്ഷണം കൂടാതെ മുന്നോട്ട് പോകും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അദ്ദേഹത്തിന് വിശപ്പ് അനുഭവപ്പെട്ടിരുന്നുവെന്ന്? പൂർണ്ണമായ ധ്യാനത്തിൽ മനുഷ്യന് വിശപ്പ് അനുഭവപ്പെടാറില്ല. ഉപവാസകാലത്ത് അദ്ദേഹം തൻ്റെ ശരീരത്തെക്കുറിച്ച് തീരെ ബോധവാനായിരുന്നില്ല. ഇതൊരു മഹത്തായ നിഗൂഢതയാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സമ്പൂർണ്ണമായി വിസ്മരിക്കുന്ന പക്ഷം അതൊരു സവിശേഷ സമ്പ്രദായമായി സ്വയം പ്രവർത്തിച്ചുകൊള്ളും. ഇത് ശാസ്ത്രീയമായൊരു തത്വമാണ്. ഇതൊന്നും ഒരു സാധാരണ വ്യക്തിക്ക് സാധ്യമല്ല. സന്യാസം ഒരു ശാസ്ത്രമാണ്. ഞാൻ ശരീരമാകുന്നു എന്ന ബോധത്തിൽ നിന്നും ഞാൻ ആത്മാവാകുന്നു എന്ന ബോധത്തിലേക്കുള്ള വളർച്ചയുടെ ശാസ്ത്രമാണ് സന്യാസം. ശരീരത്തിൽ നിന്നും ആത്മാവിലേക്ക് പ്രവേശിക്കാനുള്ളൊരു പാലമാണിത്. ഭാര്യയൊപ്പം ഉണ്ടായിട്ടും അവരോട് ആസക്തി പ്രകടിപ്പിക്കാത്തവനാണ് യഥാർത്ഥ സന്യാസി. സന്യാസം എന്തിൽ നിന്നെങ്കിലുമുള്ള ഓടിയകലല്ല, അതൊരു രൂപാന്തരം പ്രാപിക്കലാണ്. കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് അടുത്തിടപഴകുമ്പോൾ അവരുടെ കഷ്ടപ്പാടുകളുടെ കാരണം നമുക്ക് വെളിവാകും. ഇവരിൽ മിക്കവർക്കും ജീവിതത്തിൽ ഒരേയൊരു സന്തോഷമേ ഉള്ളൂ എന്ന് കാണാം. സ്വന്തം അഹംബോധത്തെ തൃപ്തിപ്പെടുത്തലിൽ നിന്നുളവാകുന്ന സന്തോഷം. ഇതാകട്ടെ ഈ ജീവിതത്തിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ലഭിക്കാറുള്ളൂ. അതിബുദ്ധിമാന്മാരായ ചിലർക്ക് മാത്രമേ ഇതിനവസരം ലഭിക്കുന്നുള്ളൂ. ശരിയായ സന്യാസം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയുവാനുള്ള അവസരമൊരുക്കുന്നു. സ്വന്തം സത്തയെ അറിയാത്തവൻ ജീവിതം എന്തെന്നറിയുന്നില്ല. യഥാർത്ഥ സന്യാസം ജീവിത സത്യങ്ങളെ അറിയാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്നു. അത് ശരീരത്തെ അടിച്ചമർത്തലല്ല. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സഹായത്തോടുകൂടി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ പ്രവേശിക്കാനുള്ള മാർഗമാണ് സന്യാസം. കബീറിനൊരു മകനുണ്ടായിരുന്നു. കമാൽ എന്നായിരുന്നു പേര്. കബീർ എല്ലാത്തിനോടും നിസ്സംഗത പുലർത്തുക എന്നത് സ്വഭാവമാക്കിയിരുന്നു. മകൻ കമാലാകട്ടെ പിതാവിൻ്റെതിൽ നിന്ന് നേർ വിപരീത സ്വഭാവമാണ് പുലർത്തിയിരുന്നത്. കബീറിനെ സന്ദർശിക്കാൻ വരുന്നവരിൽ നിന്ന് കമാൽ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ വാങ്ങി സൂക്ഷിക്കുക പതിവാക്കി. കബീർ അതിനെ കർശനമായി വിലക്കി. കബീർ തൻ്റെ സന്ദർശകരോട് ഉപദേശരൂപേണ പറയുന്നത് കമാൽ കേട്ടിരുന്നു. പണം വ്യർത്ഥമാണ്. അധിക സമ്പത്ത് ഉപേക്ഷിക്കുക തന്നെ വേണം. ആ സ്ഥിതിക്ക് അധികം സമ്പത്തുള്ളവർ അതിലൊരു ഭാഗം തനിക്ക് നൽകി അവരുടെ ഭാരം ഒഴിവാക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതായിരുന്നു കമാലിൻ്റെ ന്യായവാദം. കബീർ ഇത് അംഗീകരിക്കുമായിരുന്നില്ല. അദ്ദേഹം മകനോട് മാറി താമസിക്കുവാൻ ആവശ്യപ്പെട്ടു. കമാൽ വേറൊരു കുടിൽ വെച്ച് താമസം അങ്ങോട്ട് മാറ്റി. കാശിയിലെ രാജാവ് കബീറിനെ സന്ദർശിക്കാനെത്തി. മകനെ മാറ്റി താമസിപ്പിക്കാനുണ്ടായ സാഹചര്യം കബീർ രാജാവിനോട് വിശദീകരിച്ചു. രാജാവ് കമാലിനെ സന്ദർശിച്ച് അയാളെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം കമാലിന് ഒരു വില കൂടിയ രത്നം സമ്മാനിച്ചു. അതിൻ്റെ വില കമാലിന് ബോധ്യപ്പെട്ടില്ല. എന്തോ ഒരുതരം കല്ലാണിതെന്നാണ് അയാൾ ധരിച്ചത്. അയാളുടെ പ്രതികരണവും അതിനനുസരിച്ചായിരുന്നു. ഇത് വെറുമൊരു കല്ലല്ലേ, എനിക്കിതെന്തിനാണ്? അയാൾ രാജാവിനോട് ചോദിച്ചു.
കബീറിൻ്റെ മകനല്ലേ കമാൽ. അയാൾ ദാർശനികമായ അർത്ഥത്തിലായിരിക്കും ഇങ്ങനെ പറഞ്ഞതെന്ന് രാജാവ് കരുതി. രാജാവ് രത്നം തിരികെ തൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. ഇത് കണ്ട് കമാൽ പറഞ്ഞു, ഇതൊരു വെറും കല്ലല്ലേ, കഷ്ടപ്പെട്ട് എന്തിനിത് തിരികെ കൊണ്ടുപോകണം? ഇവിടെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞുകൂടെ? രാജാവ് ചോദിച്ചു. അങ്ങനെയെങ്കിൽ എവിടെയാണ് ഞാനിത് കളയേണ്ടത്? കമാൽ പറഞ്ഞു, എവിടെ കളയണമെന്ന നിങ്ങളുടെ ചോദ്യത്തിൽ നിന്നും ഇത് വെറുമൊരു കല്ലല്ലെന്ന് നിങ്ങൾ കരുതുന്നു എന്നു വ്യക്തം. വെറുമൊരു കല്ലാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ എവിടെ എറിഞ്ഞാലെന്ത്? രാജാവ് അത് കമാലിൻ്റെ കുടിലിൻ്റെ ഒരു കോണിയിലേക്ക് വലിച്ചെറിഞ്ഞു. താൻ സ്ഥലം വിട്ടാലുടൻ കമാൽ അത് തേടിയെടുക്കുമെന്ന് രാജാവ് കരുതി. 6 മാസം കഴിഞ്ഞ് രാജാവ് കമാലിനെ വീണ്ടും സന്ദർശിച്ചു. രാജാവ് പറഞ്ഞു, ഞാൻ താങ്കൾക്ക് 6 മാസം മുമ്പ് ഒരു സമ്മാനം തന്നിരുന്നു. കമാൽ മറുപടി പറഞ്ഞു, ധാരാളം പേർ ഇവിടെ വരികയും പലർക്കും പല സമ്മാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓർത്തിരിക്കാനോ സൂക്ഷിച്ചു വെക്കാനോ കഴിയുമോ? രാജാവ് പറഞ്ഞു, അത്തരം നിസ്സാരമായ സമ്മാനമല്ല ഞാൻ നിങ്ങൾക്ക് തന്നത്. അത് വളരെ വിലപിടിപ്പുള്ളൊരു സമ്മാനമായിരുന്നു. നിങ്ങളത് എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. കമാൽ പറഞ്ഞു, നിങ്ങൾ എവിടെയാണ് വെച്ചത്? ഇങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. താൻ രത്നം വലിച്ചെറിഞ്ഞ കോണിലേക്ക് രാജാവ് ആ സമയം നോക്കി. രത്നം അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. രാജാവ് ആശ്ചര്യപ്പെട്ടു. കമാൽ ഇതിൽ നിന്നൊരു പാഠം പഠിച്ചു. ധനത്തോട് ആർത്തി ഉണ്ടായതുകൊണ്ട് മാത്രം ധനം സ്വന്തമാക്കാൻ കഴിയുകയില്ല എന്ന് കമാലിൻ്റെ അനുഭവം വ്യക്തമാക്കുന്നു. ശരീരശുദ്ധി, ചിന്താശുദ്ധി, വികാരവിശുദ്ധി, ഈ അടിസ്ഥാന പ്രമാണങ്ങൾ പാലിക്കാതെ ധാന്യം സാധ്യമാണോ എന്ന് ചിലർ ചോദിക്കുകയുണ്ടായി. അല്ലെന്നാണ് ഉത്തരം. എന്നാൽ ചുരുക്കം ചില ആളുകൾക്കിത് പറ്റും. ഇത്തരക്കാർ ധ്യാനത്തിൽ പ്രവേശിച്ച് കഴിയുന്ന മാത്രയിൽ ഇതെല്ലാം ശുദ്ധമായിക്കൊള്ളും. അവരവരുടെ ശക്തമായ ദൃഢനിശ്ചയത്തിൻ്റെ ഫലമാണിത്. ഇത്ര കഠിനമായ ദൃഢനിശ്ചയം കൈവരിക്കുക എന്നത് അത്ര എളുപ്പമല്ല. ധ്യാനത്തിൽ നിന്നും സംഭരിക്കുന്ന ഊർജം മേൽപ്പറഞ്ഞ കാര്യങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം അടിസ്ഥാന കാര്യങ്ങളിൽ ധ്യാനബാഹ്യമായ ശുദ്ധി വരുത്തിയാൽ ധ്യാനത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിന് ഒട്ടും തന്നെ പാഴ്വ്യയം സംഭവിക്കുകയില്ല. ധ്യാനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുക ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്നവർ നിർബന്ധമായും ശരീരം, ചിന്ത, വികാരം എന്നിവയെ ശുദ്ധമാക്കിയിട്ട് മാത്രം അതിന് ശ്രമിക്കുക. അസാമാന്യമായ ധൈര്യം, ദൃഢനിശ്ചയമുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ഒഴിവാക്കി നേരിട്ട് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഒരിക്കലൊരു മനുഷ്യൻ വിചാരിച്ചു, ഈ ലോകത്തിന് എവിടെയെങ്കിലും ഒരു അറ്റം ഉണ്ടായേ പറ്റൂ. അത് കണ്ടുപിടിച്ച് അടങ്ങുന്ന വാശിയിൽ അയാൾ അറ്റം തേടി പുറപ്പെട്ടു. അയാൾ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ചു. താൻ ലക്ഷ്യം നേടിയേ യാത്ര അവസാനിപ്പിക്കൂ എന്നയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം അയാൾ ഒരു ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ ഒരു ബോർഡ്, ഇവിടെയാകുന്നു ലോകത്തിൻ്റെ അറ്റം. അയാൾ വല്ലാതെ ആശ്ചര്യപ്പെട്ടു. ഈ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗം അടി കാണാത്ത ഒരു അഗാധ ഗർത്തമായിരുന്നു. അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, മുന്നോട്ടു പോകരുത്, ഇവിടം കൊണ്ട് ലോകം അവസാനിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകാൻ അയാൾക്ക് പേടിയായി. അയാൾ ഭയപ്പെട്ട് ഓടാൻ തുടങ്ങി. അയാൾ അടുത്ത് കണ്ട ക്ഷേത്രത്തിൽ കയറി പൂജാരിയോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ അറ്റം കണ്ടു, പക്ഷേ അത് വളരെ അപകടകാരിയാണ്. പൂജാരി മറുപടി പറഞ്ഞു, ഭയപ്പെടാനൊന്നുമില്ല, നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണമായിരുന്നു. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു ലോകം തീരുന്നിടത്തു നിന്നാണ് ദൈവം തുടങ്ങുന്നതെന്ന്. നിങ്ങൾ ആ ഗർത്തത്തിലേക്ക് ചാടിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദിവ്യതയെ സന്ധിക്കാമായിരുന്നു. ഇതുതന്നെയാണ് ധ്യാനത്തിൻ്റെയും അനുഭവം. അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യം സംഭരിക്കുക. ധ്യാന പരിശീലനം ലക്ഷ്യമാക്കുന്നത് അതായിരിക്കണം. ഇതിലേക്ക് ബാഹ്യമായ ചില സ്വയം പ്രേരിത അച്ചടക്കങ്ങൾ ആവശ്യമാണ്. താങ്ക് യു.